സോ ഗൈസ് നമ്മൾ ഇന്നൊരു ചായ കുടിക്കാൻ വേണ്ടി പോയി. കാരണം നല്ല മഴയൊക്കെ ആയണ്ടേ നമ്മൾ വിചാരിച്ച് വെളിയിൽ പോയിട്ട് കടയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് നീ കാർ ഓടിക്കാൻ പോണം. സോ നമുക്ക് ചായ കുടിക്കുന്ന വ്ളോഗാണ്. നമ്മൾ എങ്ങോട്ട് പോകണമാ? നമ്മള് പോണ വഴിക്ക് ചായ കുടിക്കും. നമ്മൾ രണ്ടു പോയി ചായ കുടിക്കും. ചായ കിടിലും വടയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും വേണം. മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ പറന്ന് വരികയാണ്, ഒരുങ്ങി വരികയാണ്. ചായ കുടിക്കാനാണ് പോണത്, മാളിലല്ല പോണത്. കേട്ടാ ഇങ്ങോട്ട് എവിടെ പോയാലും ഒരുക്കം, എവിടെ പോയാലും ഒരുക്കമാണ്. കൈ എന്ത് ചെയ്യാന്ന് പറ. ചായ കുടിക്കാൻ പോയാലും ഒരുക്കം, മരണത്തിന് പോയാലും ഒരുക്കം, എന്തിനും ഒരുക്കം, ഒരുക്കത്തോടിരിക്കും. മഴ പെയ്യുമ്പോഴത്തേക്ക് ഇത് കണക്കല്ലേ അടിച്ച് പറ. നമ്മളെപ്പോഴും ഇറങ്ങുന്നതിന് ഒരു വണ്ടി എടുത്തിട്ട്, കാറുള്ളതുകൊണ്ട് എല്ലാവരുമായിട്ട് പോകുന്നു. കാറിൽ നമ്മൾ ബൈക്കില്ലല്ലേ, നമ്മൾ എല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ തന്നെ അയ്യോ എന്നാ ഫീൽ ആണല്ലേ. അല്ലെങ്കിൽ ഇഷ്ടമാണ് നിനക്ക് മഴയത്തെ ചായ കുടിക്കാൻ പോവാൻ? എന്തൊരു ഇഷ്ടമാണ്? അങ്ങനെയാണല്ലോ ഫോൺ ചർച്ച. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊന്നും എനിക്ക് എന്താ ഇഷ്ടമെന്ന് മാമാ, മാമ ഇഷ്ടമെന്ന് മാമാ. ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പഠിക്കാൻ പോവാൻ. വേറെ എവിടെ പോവാൻ വിളിച്ചാലും വരും. എന്ത് ജോലി ചെയ്യാനും എനിക്ക് പഠിക്കാനും കുളിക്കാനും മാത്രം എനിക്ക് മടിയാണ്. സുബഹാനായ പോലാണ് കുളിക്കുന്ന. എനിക്ക് പഠിക്കാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ നല്ലോണം പഠിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മാമായ കണക്ക് മണ്ടനായി പോകും കേട്ടാ. അങ്ങോട്ട് കാണി റോഡ് കാണിച്ചു കൊടുക്കും. ഇതാണ് പാളയംകുന്ന് റോഡ്. ഇവളടുത്ത് വീഡിയോ എടുക്കാൻ പറയുമ്പോഴേ കണ്ടേ, ഇവളടുത്ത് വീഡിയോ എടുക്കാൻ പറയുമ്പോഴേ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് ചരിച്ച്, അതായത് ലാൻഡ്സ്കേപ്പ് മോഡലും അല്ലാണ്ട് നമ്മൾ ഷോർട്സ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പോർട്രേറ്റ് മോഡലുമാണ് നമ്മൾ ഫോൺ വെക്കേണ്ടത്. ഈ കിഴങ്ങിൻ്റെ അടുത്ത് നീ എത്ര തവണ പറഞ്ഞു കൊടുത്താലും ഇവള് കേൾക്കത്തില്ല. ഇവള് ഫോൺ എടുത്ത് ഇങ്ങനെ നെടുകുത്തനെ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അത് പറഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ട് നന്ദുപോയി, പിണങ്ങിയിരിക്കുന്നു. നടക്കുന്നൊരു പാട്ടാ കുറവാണ്. സുഖമാണ്. സോ ഗൈസ്, ഞാൻ പറഞ്ഞ വടക്കട എത്താറായി. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ചട്നി അടിപൊളിയാണ്. എപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ ഒരിക്കലും ചട്നിയാണല്ലോ ഈ ഗൈസ്. നല്ല തിരക്കുണ്ട്. അത്ര തിരക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. നിങ്ങൾക്ക് എന്തിനാണോ? നമുക്ക് എന്തിനാണോ? എന്നാ ഞാൻ 1/2 കിലോ ഉള്ളി മേടിക്കട്ടെ. ഈ വടക്കട ചോദിക്കുമ്പോ ഭയങ്കര നാണുണ്ട് കൈ. സാധാരണ പ്രശ്നം. എന്താ വേണം? ചായ മതിയാ? അലിക്കാടാ? അലിക്ക് എന്തിനാണ്? ബൂസ്റ്റ് ചായ നിനക്കാടി? എനിക്ക് ചായ മതി ഗൈസ്. ബൂസ്റ്റ് ചായ വേണ്ട. ബൂസ്റ്റ് ചായ ഭയങ്കര നഷ്ടമാണ്. അതായത് ബൂസ്റ്റ് ചായ 25 രൂപയുടെ ഒരു ബൂസ്റ്റ് ചായക്ക് ഭയങ്കര നഷ്ടപ്പെട്ടു. നമുക്ക് ഒരിക്കലും വാല്യൂ ഫോർ മണി അല്ല അല്ലേ ബൂസ്റ്റ് ചായ. നോർമൽ ചായ ഓക്കെ 10 രൂപ അല്ലെങ്കിൽ 15 രൂപ അടിച്ചാൽ. ഇത് സാധാ ഒരു ബൂസ്റ്റ് ചായക്ക് 25 രൂപ മേടിക്കുന്നത് ഭയങ്കര നഷ്ടം. നമ്മൾ നോർമൽ ചായ കുടിക്കാം. നോർമൽ ചായ മതി ഇടാലി നിനക്കാടി? നോക്കട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് ചായ മേടിച്ചിട്ട് കൊള്ളാം. എന്നാ 4 ചായ എന്തിനാണോ? പപ്പടോ പപ്പടോ സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ എന്താണ് വടയും കടയൊക്കെ കിട്ടുന്ന കട. വടയും ചായയൊക്കെ കിട്ടുന്ന കടിയൊക്കെ കിട്ടുന്ന കട. നമ്മൾ ചായ മേടിച്ച് ഉഴുന്നുവട മേടിച്ച് ഉള്ളിവട മേടിച്ച് ബ്രെഡ് മേടിച്ച്. അലിക്ക് ബ്രെഡാണ് ഇഷ്ടം, ഉമ്മച്ചിക്ക് ചായ. ഉമ്മ എന്താ നേരത്താ? ഉമ്മച്ചിക്ക് വാഴക്കപ്പോണ് ഇഷ്ടം. സുബാന പിന്നെ എല്ലാം കഴിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതൊന്നുമില്ല. എന്തും ആട്ടുന്ന മെഷീനാണ് സുബാനയുടെ മെഷീൻ. അതൊരു കുഴപ്പമില്ല. ഞാൻ ആ ചായ മേടിച്ച് എനിക്കൊരു ഉള്ളിവടയും മേടിച്ചു. വെളിയിലിരുന്ന് കഴിക്കാൻ പറ്റില്ല, കാരണം നല്ല മഴയായിട്ട് നമ്മൾ കാറിനകത്തിരുന്ന് തന്നെ കുടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. എല്ലാവരും വിചാരിക്കും നിനക്ക് ഈ വീഡിയോയിൽ ഈ വ്ളോഗിൽ അല്ലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിലും തീറ്റി മാത്രമേ ഉള്ളൂ ജോലിന്ന്. വ്ളോഗിൽ മാത്രമല്ല ഗായ്സ്, എൻ്റെ ലൈഫിൽ വന്നതിൽ എൻ്റെ വീട്ടിലും
എവിടെ പോയാലും വിശക്കുന്നു പറയുന്നത്. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച 21 വയസ്സിലാണെന്നല്ലേ. അവൾ ഈ 21 വയസ്സും വരെ പട്ടിണി കിടന്നിട്ടാണ് എൻ്റെ കൂടെ വന്ന് നടന്നു. അമ്മാതിരി തെറ്റാണ് കഴിക്കുന്നത്. ചുമ്മാ പറയുന്നതല്ല സത്യം. എപ്പോ എവിടെ പോയാലും വിശക്കുന്നു. അതിൽ വരെ വിഷമമൊന്നുമില്ല, തിന്നാൻ വാങ്ങി കൊടുക്കുന്ന വിഷമമില്ല. ഇവക്ക് ഈ ഷവർമ, ഷവായി അങ്ങനെയുള്ള സാധനങ്ങൾ അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവള് കഴിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഛർദ്ദിക്കും. എന്നാൽ അവളത് കഴിക്കാണ്ടിരിക്കോ ഇല്ല, ഫുള്ള് തിന്നിട്ട് നേരെ ഉപയോഗം ഛർദ്ദിക്കും. ഇതാണ് നമ്മളെ പരിപാടി. വീട്ടിൽ തന്നെ എന്തുണ്ടാക്കിയാലും, എന്ത് മസാല ചേർത്ത് എന്ത് ഐറ്റംസ് ഉണ്ടാക്കിയാലും നമുക്ക് വയറ്റിന് പിടിക്കത്തില്ല, അവൾ അപ്പോഴേ ഛർദ്ദിക്കും. സോ നമുക്കത് ഇഷ്ടമാണ്, എന്നാൽ അവള് വയറ്റിൽ കിടക്കത്തുമില്ല അല്ലേ. അലി, ബൂസ്റ്റിട്ട ചായയാണോ നല്ലത്, ഈ ചായയാണോ നല്ലത്? രണ്ട് ചായ. നിനക്ക് ഇഷ്ടപ്പെട്ട ചായ ഏത്? ഞാൻ പറഞ്ഞു അവന് ബൂസ്റ്റിട്ട ചായ ഇഷ്ടം. പക്ഷേ ബൂസ്റ്റിട്ട ചായ കടയിൽ നിന്ന് മേടിക്കാൻ ഭയങ്കര നഷ്ടമാണ് അല്ലേ സുബാന? ഒരു ബൂസ്റ്റിന് 5 രൂപ, ഒരു ചായക്ക് 15 രൂപ, 10 രൂപ ചായക്ക്. പക്ഷെ അവർ ബൂസ്റ്റിട്ട ചായ അടിക്കുമ്പോൾ അവർ 25 രൂപയാണ് മേടിക്കുന്നത്. മനസ്സിലായി? അതൊരു ന്യായമില്ലാത്ത രീതിക്കുള്ളൊരു വെടിപ്പ്. എല്ലാ കടയിലും അങ്ങനെയല്ല. സോ നമ്മുടെ ബൂസ്റ്റിട്ട ചായ, ബൂസ്റ്റ് നമ്മളെ വീട്ടിൽ വെച്ച്. ഇവന് കാറുകൾ ഭയങ്കര ഇഷ്ടമാണ്. കാറും വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാ? BMW ആണോ എനിക്ക് ഇഷ്ടപ്പെട്ട കാറ്? ഇന്ന് വൈകുന്നേരം എനിക്കൊന്ന് BMW എഴുതി കാണിച്ചു തരണം കേട്ടല്ലോ. എങ്ങനെയുണ്ട് സുബാന? എല്ലാ തവണ ഒരു കണക്കിരിക്കും. മാവൊക്കെ കയറും. നല്ല കൊള്ളൂലേ? എനിക്ക് ഇഷ്ടപ്പെട്ടാ ബ്രെഡ്? നിന്റെ ഫേവറേറ്റ്? ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട? അമ്മ അവർക്ക് ഭയങ്കര നാണോടി. അവര് നാണം ഇതിന് മാറിയില്ല. എന്തിനു ചെയ്യാനെന്ന് പറയാം. അമ്മ ചെയ്യണ്ട. ക്യാമറ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഡോട്ട് ചെയ്ത് ഡാൻസ് കളിക്കും. പറയാമോ? ക്യാമറ ഉണ്ടെന്നും ഇങ്ങനെ പൂച്ചപ്പല്ലിരിക്കും. നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് തന്നെ ഇരുന്നപ്പോഴത്തേക്ക് ഫുള്ള് ഗ്ലാസ് എല്ലാം മൂടി ഉണ്ടായി. ഇടുക്കിയിലെ 3-4 ഫീലായി. എനിക്ക് വേണ്ട, നീ വെച്ചോ. കഴി ഇതാണ് കൈസ്. അക്രാന്തം. എനിക്ക് എല്ലാം വേണമെന്ന് 5 കടി എടുത്ത് കയ്യിൽ വയ്ക്കും. എന്നിട്ട് ഒന്നും ചെയ്യത്തില്ല. കൊള്ളത്തില്ല. മുട്ട ബജി മേടിച്ചാൽ മതിയായിരുന്നു. മുട്ട ബജി ചൂടാണ്, അതാണ് മേടിക്കാൻ. ഫുള്ള് മാവല്ലേ നമുക്ക് കാണിച്ച്. പേരിന് വേണ്ടി ഒരു പീസ് അതങ്ങനെ ബ്ലേഡ് വെച്ച് അങ്ങനെ കണ്ടിച്ചായിരുന്നല്ലേ. മാവ് ഞാൻ കഴിക്കാൻ വെച്ചോ. ആള് ചായ കുടിച്ചു വരണ? വെരി ഗുഡ്. അതും തിന്ന്. അതിന്റെ കൂടെ വേണ്ട ചായം കുടിക്കാൻ. ആ എന്നാ ഓക്കെ, നിന്റെ ഇഷ്ടം. കണ്ടു എന്തൊരു തിരക്കാ ഇവിടെ. ഓരോരുത്തർ വന്ന് പൊക്കോണ്ടിരിക്കുക. എന്റെ ഇക്ക ഇവിടെ ഈ കൊച്ചു. അപ്പൊ ഗൈസ് നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി എങ്ങോട്ടാ? മൂത്തുമാടെ വീട്ടിലോട്ട് പോകണം. മൂത്തുമാക്ക് ഈ വ്ളോഗൊന്നും കാണുമ്പോ കാരണം നമ്മളൊക്കെ വലിയ എന്തോ ഇത് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ആക്ച്വലി ഉണ്ട്. നിങ്ങൾക്ക് അറിയാമോ, ഈ വ്ളോഗ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് അത് വീഡിയോ എന്നത് അത് വിട്. പക്ഷെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാം. നമ്മുടെ വീഡിയോ ആയാലും നമ്മുടെ ഫോട്ടോസ് ആയാലും നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫ്രീ വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. മനസ്സിലായോ? നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് തരാം. നമ്മൾ എന്ത് വീഡിയോ നമുക്ക് പ്രൈവറ്റ് ആക്കിയിട്ട് ഇടണം മതിയല്ലോ. നമ്മളിപ്പോൾ നമുക്കൊരു ഓൺലൈൻ സ്റ്റോറേജ് നമ്മൾ മേടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ക്രോമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ, ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ, എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. നമ്മൾ ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കണം. പക്ഷേ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണെങ്കിൽ നമുക്ക് എത്ര വീഡിയോ, എന്തോരം വീഡിയോ, ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമുക്കൊന്നും കൊടുക്കണ്ട. സോ നമ്മൾ അതും കൂടെ ഒരു വളരെ സുഖമാണ്. നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജീവിച്ചിരുന്ന ഈ ഒരു മൊമെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വലിയ ആൾക്കാരായില്ലെങ്കിലും അല്ലേ, നമ്മുടെ ഈ നല്ല നല്ല മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എവിടെയും കണ്ടിട്ട് വഴി ഗായ്സ് ഒന്നും കാണാൻ പോയി ഗായ്സ്. നോക്കിയോ, ഫുൾ മഞ്ഞ് ഗ്ലാസ്. തുടങ്ങാം തരിച്ച്. സോ ഗായ്സ് വണ്ടി അണച്ചിട്ടിരുന്നോണ്ട് ഫുൾ മഞ്ഞ്. സോ ഈ സീറ്റ് പെട്ടെന്ന് ഇതാവണമെങ്കിൽ നമ്മുടെ റിയർ ഫ്രണ്ട് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലാസ് ഇപ്പോൾ ക്ലിയർ ആയിട്ട്. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു വണ്ടി മേടിച്ച സമയത്ത്. പിന്നെ ഞാൻ ഇതൊക്കെ യൂട്യൂബിലൊക്കെയാണ് മേടിച്ചത്. ഒരു ദിവസം ഫസ്റ്റ് ഞാൻ ഈ വണ്ടി സെക്കൻഡ് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വൈപ്പർ വർക്ക് ചെയ്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു മഴയിൽ കൊണ്ടിറങ്ങിയപ്പോഴത്തേക്കാണല്ലോ. ഇത് 2016 മോഡലാണ്. അപ്പം അന്നുണ്ടായിരുന്ന വൈപ്പറായിരുന്നു. അപ്പോൾ ബ്ലേഡ് കംപ്ലീറ്റഡ് ആയിട്ട് പോയി. പിന്നെ എനിക്ക് ഈ ഗ്ലാസ് മങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഒരു ദിവസം ഞാൻ കൊല്ലത്ത് പോയിട്ട് തിരിച്ചു ഇത് കണക്ക് മഴ, കുറ്റു മഴ. പക്ഷെ മഴ, ഈ മഴയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വൈപ്പർ ഇട്ടിട്ട് ഒരു വിധത്തിൽ ഗ്ലാസ് വൃത്തിയാവുന്നതുമില്ല, റോഡ് കാണാൻ വയ്യ. ഇത് കണക്ക് മഞ്ഞ്. ഞാൻ വണ്ടിയിലിരുന്ന് കരഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് കൂട്ടുകാരനെ വിളിച്ചത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മഞ്ഞ് പോകുന്നുണ്ട്. ഇപ്പം മഞ്ഞ് വേണ്ട.
ഇതൊക്കെ അറിയാവുന്നവർക്ക് ഇതൊക്കെ ഓക്കെ, അറിഞ്ഞൂടാത്ത നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു അത്ഭുതമാണ്. സമന നമ്മളെല്ലാം ഭയങ്കര അത്ഭുതമാണ്. വണ്ടി എടുത്തപ്പോഴും എനിക്ക് ഓടിക്കാൻ അറിഞ്ഞൂടായിരുന്നു. അതൊരു കഥയാണ്. ഞാൻ ഈ വണ്ടി മേടിക്കുന്ന സമയത്ത് എനിക്ക് ബിൽക്കുൽ വണ്ടി ഓടിക്കാൻ അറിയാം, ജസ്റ്റ് ഒക്കെ ഒന്ന് അറിയാം. പക്ഷേ ഇവളാണ് എൻ്റെ കൂടെ ഫസ്റ്റ് വണ്ടി എടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് വണ്ടി എടുത്തത്. അവനാണ് ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തതും ഓടിച്ചതും എല്ലാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാനിവിടെ വീട്ടിൽ പോകണമല്ലോ. വീട്ടിൽ പോകണ വഴിക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ പേടിച്ച് എൻ്റെ നെഞ്ചിടിപ്പും തലവേദന, എനിക്ക് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ തലവേദനയും പിന്നെ ഇതും വരും. അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ പേടിച്ചിരുന്നു. ഇവള് ഭയങ്കര കൂളായിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി പാട്ടിന് സൗണ്ടൊക്കെ കൂട്ടി AC എടുക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാനവിടെ ജീവൻ തിന്നിരിക്കണം. കുറച്ചുകൂടി സാധനം കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കണ്ടേ. ഇത് മേടിച്ച വണ്ടിയല്ലേ, ഇത് കൊണ്ട് ഇടിക്കാൻ പറ്റിയ വസ്തു അതൊന്നും തന്നെ. ഓടിക്കാൻ പഠിക്കാൻ അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു കേട്ടോ, ഈ കൊച്ചിന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ കൂളായിട്ടിരുന്നത്. പിന്നാണ് എൻ്റെ അടുത്ത് എനിക്ക് വണ്ടി നല്ല ലൈസൻസ് എടുത്ത സമയത്തെങ്ങാണ്ട് ഇത്തിരി ഒന്ന് വണ്ടി ഓടിച്ചതാ. ഇപ്പൊ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ ഇരിക്കുന്നെങ്കിൽ ഓക്കെ, അല്ലാതെ വേറെ ആരെയും നമ്മൾ വണ്ടി കേട്ടരുത്. കാര്യം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മിടില്ല, മറ്റൊരാൾക്ക് എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് വണ്ടി ഓടിച്ച് പഠിച്ച് തറവായതിനു ശേഷം മാത്രം ഞാൻ പറഞ്ഞു ആരെയും കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആ സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ പയ്യെ വണ്ടി ഓടിച്ച് പഠിച്ച് എന്നിട്ട് ഞാൻ ഇവളും കൂടെ വണ്ടി എടുത്ത് ഗൾഫിൽ പോയി തിരിച്ച് ലീവിന് വന്നിട്ട് നമ്മൾ രണ്ടുപേരുടെ ഒരു ട്രിപ്പ് പോയി, അല്ലെങ്കിൽ മൂന്നാറ്. അതാണ് നമ്മുടെ ലോങ് ട്രിപ്പ്. ആ ട്രിപ്പ് പോയപ്പോഴേ വണ്ടി ഓടിച്ച് തെളിഞ്ഞു, അത്യാവശ്യം നല്ല രീതിക്ക് തെളിഞ്ഞു. അപ്പൊ അലിയ വണ്ടി ഓടിക്കും. നമ്മളിനി മൂത്തുമ്മയുടെ വീട്ടിൽ പോകും. നിക്കാടെ വൈഫ് അബൂക്കായ, നിങ്ങൾക്ക് അറിയാം. പണ്ട് ഞാൻ അതിനകത്ത് ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് മീനൊക്കെ പിടിക്കുന്ന അബൂക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അയക്കാടെ വൈഫ് പ്രഗ്നന്റ് ആണ്. അപ്പോൾ ആ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ ഈ ക്യാമറയൊക്കെ കൊണ്ട് അവിടെ ചെല്ലുമ്പോഴേ നമ്മൾ ഒരുമാതിരി അന്യഗ്രഹ ജീവികളെ കണക്കാണ് കാണുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിർത്തുന്നു. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക അല്ലേ, അത് തന്നെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് നമ്മള് രക്ഷപ്പെട്ടു. ജോലിക്കൊന്നും മൂത്തുമ്മ നമ്മള് ഇവരെ വീട്ടിലാണ് വരുന്നത്. മുത്തുമ്മ ഇപ്പൊ മിണ്ടാണ്ടിരിക്കുന്നു. മുത്തുമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മുത്തുമ്മ സംസാരിക്കാൻ മുത്തുമ്മ. നിങ്ങൾ സീരിയൽ എടുത്ത് നിങ്ങൾ നാളെ സൂര്യ TV വരും തന്നെ. നാളെ വരെ TV വരുമെന്ന് പറഞ്ഞിട്ട് കാര്യം വിശ്വസിക്കുന്നില്ല. നിങ്ങൾ നാളെ TV വരും. അയ്യോ പിന്നെ ആരാ നിന്നെ പിന്നെ ആരാ? എണീക്കൂ കൊച്ചി, എണീക്കൂ. ഈ അസ്ഥിയുടെ കോലം നോക്കിയാണ്.